അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് താമ്പരം മാർക്കറ്റാണ് കേട്ടോ. ഒരു മാർക്കറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്നത് പല്ലാവരം ഏരിയയിലാണ്. പല്ലാവരം ഏരിയയിൽ നിന്ന് ഒരു 4-5 കിലോമീറ്ററേ ഉള്ളൂ. ഓക്കെ, ഈ താമ്പരത്തിലേക്ക് പോകാനായിട്ട്. അതുപോലെ തന്നെ ഈസി കണക്ടിവിറ്റി ഉണ്ട്, എപ്പോഴും ബസ് അവൈലബിൾ ആണ് ഈ താമ്പരം സൈഡിലോട്ടൊക്കെ. അപ്പം പല്ലാവരം മാർക്കറ്റിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് ബസ് കയറിയിട്ടുണ്ട്. അത്യാവശ്യം റഷ് ഉണ്ടെങ്കിലും മൂവബിൾ ആണ് വണ്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ ഡ്രൈവർ അണ്ണൻ. ഞാൻ ചോദിച്ചു, അപ്പോൾ അവിടെ ഇരുന്നാൽ മതി, താമ്പരം എത്തുമ്പം പറയാമെന്ന് പറഞ്ഞു. ഈ ബസ് വേറെ എങ്ങോട്ടോ കണക്ടിവിറ്റി ഉള്ളൊരു ബസ്സാണ്. താമ്പരം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇവിടുത്തെ ഒരു ലോക്കലി ഒരു മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് എല്ലാ ബസ്സും താമ്പരം ചെറിയൊരു സ്റ്റാൻഡുണ്ട്, അവിടെ കയറിയിട്ടേ പോകത്തുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ ഇപ്പം മേളിൽ കൂടെ കണ്ടില്ലേ, ഇവിടെ ഈ മേളിൽ കൂടി ഇങ്ങനെ വോക്ക് വേ പോലെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു രീതിയിലും ഈ റോഡൊന്നും ക്രോസ് ചെയ്യേണ്ടി വരത്തില്ല. ഇപ്പം നമ്മൾ താമ്പരത്ത് എത്തിയിട്ടുണ്ട്. താമ്പരം സ്റ്റാൻഡിൽ ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ ഈ മാർക്കറ്റ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകാനായിട്ട് ഇവിടെ റോഡ് ക്രോസ് ചെയ്യേണ്ട കാര്യമില്ല. റോഡ് ക്രോസ് ചെയ്യാൻ പറ്റത്തുമില്ല, നടുക്ക് വലിയൊരു ബാരിയറുണ്ട്. കണ്ടോ, താഴെ കൂടി ഇങ്ങനെയൊരു സബ്വേ ഉണ്ട്. എല്ലാവരും ഇതുവഴിയാണ് പോകുന്നത്. കാര്യം നമുക്ക് നേരിട്ട് റോഡ് ക്രോസ് ചെയ്യാനായിട്ടുള്ള സംവിധാനവും ഇല്ല. അപ്പോൾ നമ്മൾ മാർക്കറ്റ് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ റൈറ്റ് ചെറിയൊരു വാതിലിലൂടെ തന്നെ നമുക്ക് മാർക്കറ്റിൻ്റെ എൻട്രൻസിലോട്ട് നമ്മളിപ്പം കയറുമ്പം തന്നെ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ റീറ്റെയിലായിട്ട് വിൽക്കുന്ന രീതിയിലുള്ളതാണ് ആദ്യം കാണാൻ പറ്റുന്നത്. നമ്മൾ അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് വൈഡ് റേഞ്ചിലുള്ള ഒരു രീതിയിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും ഇതാണ് ഒരു എൻട്രൻസ് എന്നുള്ള ഒരു നിലയിൽ താമ്പരം മാർക്കറ്റിൻ്റെ ഒരു സൈഡിലത്തെ എൻട്രൻസ്. പല രീതിയിൽ എൻട്രി ചെയ്യാം. ഇത് നല്ല വൈഡായിട്ട് കിടക്കുന്നതാണ്. നമുക്ക് എത്രയും കവർ ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം അറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഫ്ലവേഴ്സ് വിൽക്കുന്നുണ്ട്. ഇത് ജമന്തി പൂവാണ് കേട്ടോ. ആൾക്കാർ വന്ന് വിലയൊക്കെ ചോദിച്ച് മേടിച്ച് പോകുന്നുണ്ട്. ജമന്തി പൂവ്, അതുപോലെ റോസ് പൂവ് എല്ലാം കിട്ടും. ഇതെല്ലാം റീറ്റെയിലാണ്. നമ്മൾ ഈ കയറുന്ന സൈഡിൽ കാണുന്നതൊക്കെ റീറ്റെയിലാണ്. പിന്നെ വില എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസമുണ്ട്, ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്, അത് ഉറപ്പാണ്. അതുപോലെ കണ്ടോ, നമ്മുടെ ഈ ചുമലപ്പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഞാനിതിന് വില ചോദിച്ചപ്പോൾ അവരെന്നോട് 100 രൂപ പറഞ്ഞു. അത്രയും വില നമ്മുടെ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 100 രൂപ പറഞ്ഞു, മറ്റേതിന് 85 പറഞ്ഞു. അതുകൊണ്ട് നമ്മളെ കണ്ടിട്ട് ഈ വില കൂട്ടിയടിക്കുന്നതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. എന്താണെങ്കിലും ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി കണ്ടാൽ നമുക്ക് എടുക്കാൻ തോന്നും. ചെറിയ ആപ്പിളുണ്ട്, ഊട്ടി ആപ്പിൾ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മളെ നെല്ലിക്ക ഉണ്ടല്ലോ, ഇതെല്ലാം ഒരു പാക്കറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാക്കറ്റൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതിന് അത്യാവശ്യം നല്ല പൈസ അവന്മാർ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആക്ച്വലി നമ്മൾ ലോക്കൽ അല്ല എന്ന് കാണുമ്പോൾ ഇവന്മാർ കൂട്ടിയടിക്കുന്നതാണോ ഇല്ലയോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. എന്താണേലും ഈ അറേഞ്ച്മെൻറ്റ്സ് ഭയങ്കര രസം. ഇപ്പോൾ കോളിഫ്ലവർ വയ്ക്കുന്നിടത്ത് കോളിഫ്ലവർ മാത്രം, എന്തേ കണ്ടില്ലേ. ഇപ്പം ഇവിടെ വേറൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത്, ഇവിടുത്തെ പച്ചക്കറി ഞാൻ കാണുമ്പോൾ നല്ല ഫ്രഷ്നെസ് ഉണ്ട്, ഫ്രഷായിട്ടാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞാൽ കൂടി ഒരു പച്ചക്കറിയുടെ ഒരു ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസം കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നല്ല, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. ഇനിയും ഈ ഏരിയയിൽ നിന്ന് വരുന്ന ആയതുകൊണ്ടാണോ എന്നെനിക്കറിയത്തില്ല. ഇവിടെ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റപ്പാക്കി വെക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് ആൾക്കാരൊക്കെ. കച്ചവടം ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ അക്കാമാർ, നല്ല പ്രായമുള്ള അങ്കിൾമാർ ആൻറ്റിമാരൊക്കെയാണ് ഈ കച്ചവടം നടത്തുന്നത്. അത് ഭയങ്കര ഇതാണ്. അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റിലാണെങ്കിലും എല്ലാവരും വന്ന്, പ്രായമുള്ളവരൊക്കെ വടി കുത്തി പിടിച്ചാണെങ്കിലും വന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകുന്നുണ്ട്. ഇപ്പം ചെറിയ അപ്പച്ചനൊക്കെ കണ്ടില്ലേ, സത്യം പറഞ്ഞാൽ നടക്കാനൊന്നും വയ്യാത്ത ആളാണ്. എന്നാലും അവരൊക്കെ ആണെങ്കിലും ചെറിയ രീതിയിൽ കച്ചവടം ചെയ്ത് ജീവിക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ലാതെ വീട്ടിലങ്ങനെ ഇരിക്കുന്നൊരു പരിപാടിയില്ല. നമ്മുടെ പാവയ്ക്ക, കൈപ്പയ്ക്ക എന്നൊക്കെ പറഞ്ഞു, അത് 1/2 കിലോയ്ക്ക് 30, കിലോ 60 പറഞ്ഞു. കിലോ 60 പറഞ്ഞു. വെണ്ടയ്ക്ക കിലോ 1/2 കിലോ 30 35 പറഞ്ഞത്. 1/2 കിലോ ആണോ കിലോ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തേങ്ങയാണെങ്കിലും ഇവിടുത്തെ തേങ്ങയാണ്. ഇത് കിട്ടാത്തതായിട്ടുള്ള ഒരു സാധനവും ഈ താമ്പരം മാർക്കറ്റിലില്ല. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഈ താമ്പരം മാർക്കറ്റിൽ കിട്ടും. നമുക്കിപ്പം എന്നാ പറഞ്ഞത്, 5 രൂപയുടെ വച്ചോളൂ പറഞ്ഞു മതിയെന്ന് വിചാരിച്ചോ. അവൻ 5 രൂപയ്ക്ക് പറയും. ഈ വലിയ വലിയ കടകളിലല്ല, ചെറിയ ചെറിയ കടകളിൽ പോയി 5 രൂപയുടെ വച്ചോളൂ എന്ന് പറഞ്ഞ് 5 രൂപയുടെ തരും. അങ്ങനെ നമ്മുടെ കയ്യിലെ പൈസയ്ക്ക് അനുസരിച്ച് കിട്ടും സാധനം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമുക്കിവിടെ കോയമ്പേട് എന്ന് പറഞ്ഞിട്ട് വലിയൊരു മാർക്കറ്റുണ്ട്.
കോയമ്പേടിൽ നിന്നാണ് ഈ പച്ചക്കറിയുടെ ലോഡ് വരുന്നത് കേട്ടോ. അപ്പം താമ്പരം അത്യാവശ്യം വലിയ മാർക്കറ്റാണ്, എന്നാലും ബൾക്കായിട്ട് ഈ സാധനങ്ങൾ ഇപ്പം വന്ന് ഇറങ്ങുന്നത് കോയമ്പേട് മാർക്കറ്റാണ്. അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഇവിടെ നിന്ന് ഒരു 35 കിലോമീറ്റർ ഉണ്ട് കോയമ്പേട്. അപ്പോൾ ആ വലിയൊരു മാർക്കറ്റിൽ നിന്ന് ലോഡ് വരുന്നു. ഇവിടെയും വലിയൊരു മാർക്കറ്റാണ്, പക്ഷെ അതെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തോരം വലുപ്പം, എന്തോരം ഹോൾസെയിൽ സംഭവങ്ങൾ നടക്കുന്നതാണ് ഈ കോയമ്പേട് മാർക്കറ്റ് എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ള പച്ചക്കറികളാണ് ഇവിടെ വരുന്നത്. എന്താണെങ്കിലും ഇവിടെ വരുന്നതിൻ്റെ ഒരു പ്രത്യേക ക്വാളിറ്റി എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, അതിന് യാതൊരു സംശയമില്ല. ഒരു പക്ഷേ നമ്മുടെ ഏരിയയിലൊക്കെ വരുന്നത് തമിഴ്നാട് തെങ്കാശി അങ്ങോട്ട് പോകുമ്പോൾ ആ ഏരിയയിൽ നിന്നുള്ള പച്ചക്കറി ഉണ്ടാകാം. പിന്നെ ഇത് ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. നമ്മുടെ പാള ഉണ്ടല്ലേ, പാളയിൽ നിന്ന് പ്രോസസ്സ് ചെയ്തെടുത്തേക്കുന്ന പ്ലേറ്റ്സ്, ചെറിയ കപ്സ്, ഇതുണ്ടോ കൂട്ടാനൊക്കെ വെക്കുന്നത്, ഇത് ബൾക്കായിട്ട് വയ്ക്കുന്ന ഹോൾസെയിൽ കടയാണ്. അത് ഷുഗർ കെയിനിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ അടുത്തത് ഫിഷ് മാർക്കറ്റിലോട്ട് കയറി. ഫിഷ് മാർക്കറ്റിലോട്ട് ഇതെല്ലാം ഒരു സൈഡിലായിട്ടാണ് കേട്ടോ. പച്ചക്കറിക്ക് പോയാൽ പച്ചക്കറി മാത്രമാണ് ഒരു സൈഡിലുണ്ടാവുക, കാണാൻ കഴിയുന്നത്. ഇനി ഫിഷിൻ്റെ ഒരു സൈഡിലോട്ട് കയറിയാൽ ഫിഷ് മാത്രമേ കാണത്തുള്ളൂ. അതിനകത്ത് ഇപ്പോൾ കയറുമ്പം രണ്ട് നമ്മുടെ ഉണക്കമീനുണ്ടല്ലോ, ഡ്രൈഡ് ഫിഷ്, അത് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കാണാത്ത കുറേ വെറൈറ്റിയിലുള്ള ഉണക്കമീൻ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണെങ്കിലും നല്ല രീതിയിലാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാനങ്ങനെ കൂടുതൽ ഉണക്കമീൻ കഴിച്ചിട്ടില്ല, എനിക്കിഷ്ടമൊക്കെയാണ്, പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ. പക്ഷേ ഇവിടെ കയറിയപ്പോഴല്ലോ, സാറിന് നമ്മുടെ അവിടെയൊക്കെ ഉണക്കമീൻ കടയിൽ കയറുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു സ്മെല്ലൊന്നും ഇവിടെ ഫീൽ ചെയ്തില്ല. ഫിഷ് മാർക്കറ്റിലെ സ്മെല്ലുണ്ട്, അത് വേറെ കാര്യം. എന്നാലും ഈ ഉണക്കമീൻ ഇവിടെ ഒന്നും അങ്ങനെ ഒരു പ്രശ്നം ഫീൽ ചെയ്തില്ല. അതായത് കണ്ടോ, വമ്പൻ ഉണക്കമീനാണ്. ഇതിന് കിലോ 500 ആവാം, കിലോ 600, മറ്റേതിന് കിലോ 500, ഈ റേഞ്ചിലാണ് പ്രൈസ് പറഞ്ഞേക്കുന്നത്. ഇത് എന്തോ പറയുന്നത്, അതിന് എന്തോ പേര് പറഞ്ഞു, നമുക്കത്ര ഫെമിലിയർ അല്ല ആ പേര്. അതുപോലെ ഇവിടെ ഫ്രഷായിട്ട് വന്ന് ഇറങ്ങുന്ന ഫിഷാണ്. ഫിഷിൻ്റെ ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ലതാണ്. പ്രൈസ് ആക്ച്വലി ഞാൻ നോക്കുമ്പം നെയ്മീനുണ്ട്, നെയ്മീൻ വലുത് കണ്ടായിരുന്നു. അതിന് കിലോ 800, 900 റേഞ്ചൊക്കെയാണ് പറയുന്നത്. അതുപോലെ ആവോലിയുണ്ട്, അങ്ങനെയൊക്കെയുള്ളതിന് അത്യാവശ്യം നല്ല വിലയാണ്. ഫിഷിന് അങ്ങനെ ഒരു പ്രൈസ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഞാനതുപോലെ ഈ മത്തി ഒന്നും കണ്ടില്ല കേട്ടോ. ഇവിടെ മത്തി ഒന്നും കോമൺ അല്ലെന്ന് തോന്നുന്നു. മത്തി, അയലയും കണ്ടില്ല. കിളിമീനുണ്ട്. അങ്ങനെ ഇവിടുത്തെ ഒരു വേറെ ഉണ്ട്. ഇതൊന്നും നമ്മൾ അവിടെ അധികം കാണാത്ത ഫിഷുകളാണ്. ഇത് കറുത്ത ആവോലിയാണ്. ഇത് കിട്ടാമെങ്കിൽ അടിപൊളി. ഇത് 700 റുപ്പീസാണ് കിലോയ്ക്ക് പറഞ്ഞത്, 700 റുപ്പീസ്. അതുപോലെ ഇവിടുത്തെ കുറേ മീനുകളുണ്ട്. അയലയുണ്ട്, എന്നാലും ഒന്നും കോമൺ അല്ല. നമ്മളിവിടെ കൂടുതലും മാർക്കറ്റിൽ പോയ മത്തി, അയല സംഭവങ്ങളുണ്ട്. ഇവിടെ കിളിമീൻ കാണുന്നുണ്ട് കോമൺ ആയിട്ട്, ബാക്കിയൊക്കെ അല്ലാത്ത മീനുകളാണ്. കൂടുതലും ഇവിടെ വലിയ ടൈപ്പ് ഓഫ് മീനുകളാണ് ആൾക്കാർ മേടിക്കാൻ. ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പം കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതാണ്. അപ്പം മേ ബി വലിയ വേറെ മാർക്കറ്റ് ഉണ്ടാകാം. ഇതിനകത്തെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഒരേ ടൈപ്പ് ഓഫ് കച്ചവടങ്ങളും ഒരേ ടൈപ്പ് ഓഫ് സാധനങ്ങളും ഒക്കെയാണ് കാണാൻ കഴിഞ്ഞത്. അതിനകത്ത് മാക്സിമം ഞാൻ വീഡിയോ എടുത്തിട്ട് ട്രിം ചെയ്തിട്ടാണ് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഇത് വലിയൊരു മാർക്കറ്റാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോ കണ്ട പോലെ അത്ര ചെറുതല്ല. ഒരു സൈഡിൽ കൂടെ കയറി ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഒരു സമയം എടുക്കും. എനിവേ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.